ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു റിപ്പോർട്ടിംഗാണ് ഞാൻ കാണിക്കുന്നത്. അഗ്ലോണിമ പ്ലാന്റിൽപ്പെട്ട അഗ്ലോണിമ കോസ്റ്റാറ്റം പ്ലാന്റ്സിനെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു അഗ്ലോണിമ കോസ്റ്റാറ്റം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതോ. എനിക്കൊരു ചട്ടിയിൽ നിന്ന് എത്ര തൈകൾ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നാലെണ്ണം ഞാനിവിടെ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. മുമ്പത്തെ എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. എനിക്കിവിടെ നന്നായിട്ട് സെയിലാവുന്നുണ്ട് കേട്ടോ. ഇത് അഗ്ലോണിമൻ്റെ പിങ്ക് ലെഗസി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം പൂക്കളെക്കാട്ടി ഭംഗിയുള്ള ലീഫ് ഉള്ളത് കൊണ്ട് തന്നെ പൂക്കളെക്കാട്ടി മനോഹരമാണ് നമ്മുടെ ഗാർഡനിൽ അഗ്ലോണിമ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പ്ലാന്റ്സ് മാത്രം മതി, അതായത് ഈ അഗ്ലോണിമ പ്ലാന്റ് മാത്രം മതി നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ ഇത് എനിക്ക് ഒരുപാട് സെയിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്ടിയിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിൽ നിന്നൊക്കെ പറിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് മൂന്ന് തൈ ഞാൻ ഇതിൽ തന്നെ നട്ടു വെച്ചു. ബാക്കിയുള്ളതാണ് ഇനി നടാൻ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കണ്ടില്ലേ, ഒരു 3 തൈ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ഇതിന് ഇങ്ങനെ തൈകൾ പൊട്ടി വരും കേട്ടോ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കൂടുതലായിട്ട് നമുക്ക് ഇതിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ തണ്ട് കാണുന്നുണ്ടെങ്കിലോ, കണ്ടില്ലേ ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലോ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സ്റ്റെമ്മ് കൂടുതലായിട്ട് കാണില്ല. ഈ ഒരു പോട്ട് ഒരു 6 മാസം ആകുമ്പോഴേക്കും ഈ പോട്ട് മൊത്തത്തിൽ ഈ ഒരു പ്ലാന്റ് കൊണ്ട് നമുക്ക് നിറയുന്നത് കാണും. ഇതാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. അതും നല്ല പ്ലാസ്റ്റിക് ലീഫ് പോലെയാണ് കേട്ടോ. എനിക്കിവിടെ ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് സെയിലാവുന്നത് ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് കേട്ടോ അത് പെട്ടെന്ന് സെയിലാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറെ പോട്ടിലേക്ക് നട്ടു കൊടുക്കുകയാണ്. അങ്ങനെ നടുമ്പോൾ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5-6 മാസം ആകുമ്പോഴേക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലൊക്കെ ഞാനിപ്പോൾ നട്ടു വെച്ചു. ഇപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ നടുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് ചകിരിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ചകിരിച്ചോറിൻ്റെ അടുത്ത് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചകിരി എടുത്തിട്ട് ഇങ്ങനെ നുറുക്കി ഇത് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് നുറുക്കിയെടുത്തത് കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അഥവാ ചകിരിച്ചോറില്ലെങ്കിൽ നമുക്ക് ചകിരിൻ്റെ തണ്ടിൻ്റെ ഇതെടുത്തിട്ട് ഈ പീസ് എടുത്തിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എടുത്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്കെന്ത് ചെയ്യാം, ഇത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചകിരി ചോറിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. വലിയ കഷ്ണം ഇടുന്നേക്കാൾ നല്ലത് അഗ്ലോണിമ പ്ലാന്റിന് ചകിരിച്ചോർക്ക് പകരം ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളെ കൈവശമൊക്കെ ചകിരിച്ചോറില്ലെങ്കിൽ, അതായത് കൊക്കോപ്പിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ചിപ്സ് ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പൊട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചകിരിച്ചോറിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഇവിടെ കുറച്ച് തന്നെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മണ്ണും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ഇത് നട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു തൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നല്ല കേട്ടോ, ഒരു 4-5 മാസം ആകുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് തൈകൾ പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കുക. സെയിലൊക്കെ ഈ അഗ്ലോണിമ പ്ലാന്റൊക്കെ സെയിൽ നടത്തുന്നവരൊക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാകും. അല്ലാണ്ട് നമ്മൾ ബുഷിയായിട്ട് വേണം പോട്ടിൽ ഇത് ആദ്യത്തെ ഫോട്ടോ എടുത്തേക്കാൻ മറന്നു കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എടുത്തേക്കാൻ മറന്നുപോയി. ഇത് പോട്ടിൽ ബുഷിയായിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ ബുഷിയായിട്ട് വെക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ ചെയ്യുക, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും.
പക്ഷേ നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ, അതായത് സെയിലൊക്കെ നടത്തുന്നവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് പിന്നെ ഒന്ന് എല്ലാ ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ചകിരിച്ചോറ്, ചാണകപ്പൊടി കാണുന്നില്ലേ, ഇതെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചകിരിച്ചോറിന് പകരം കേട്ടോ അപ്പോൾ ഞാനിത് എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ നട്ട് വെച്ചത്. ഇതിലൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ നട്ട് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കവറിലേക്ക് നമ്മൾ പിന്നെ ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ കുറച്ച് വീതിയുള്ള ഗ്രോ ബാഗ്, അതായത് ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രോ ബാഗ് എടുത്ത് വെച്ചത്. അല്ലാതെ നമ്മൾ അധികം മെലിഞ്ഞത് ഇതുപോലുള്ളതിനെക്കാട്ടി നമുക്കിത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് നല്ലത് ഇതുപോലത്താണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു തൈയാണ് ഞാൻ നടാൻ പോകുന്നത്. ഈ ഒരു തൈയാണ് ഞാൻ നടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പിന്നെ ഒരു 5-6 തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂന്നെണ്ണം ഞാൻ അതിൽ നട്ട് വെച്ച് 5 അല്ലെങ്കിൽ തോന്നുന്നു ഒരു 10 തൈയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇട്ട് വെച്ച് കൊടുത്ത് ഞാൻ ഇനി നമുക്ക് ഈ തൈ ഒന്ന് ഇതിൽ ഈ അടിഭാഗത്ത് കാണുന്ന ഈ വേരൊക്കെ കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയും കൂടി ഈ പോട്ടി മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന് ചെറിയൊരു പ്രയാസമുണ്ട്. പക്ഷേ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊക്കെ ഇങ്ങനെയുള്ള ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അഗ്ലോണിമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബുഷിയായിട്ട് മദർ പ്ലാന്റ് അവിടെ വെക്കണം കേട്ടോ. മദർ പ്ലാന്റ് നമുക്ക് ബുഷിയാക്കി വെക്കണം. പക്ഷേ എൻ്റെ മദർ പ്ലാന്റിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു പ്ലാന്റാണ് എനിക്കിത്, ഇതിൻ്റെ ഭംഗി കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മദർ പ്ലാന്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് പിടിക്കുകയും ചെയ്യും. നല്ല വേരുള്ളതല്ലേ, വേരോട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് പിടിക്കാതിരിക്കില്ല, നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഈ നട്ട് കഴിഞ്ഞിട്ടോ, ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ നട്ട് വെച്ചതാണ്. ഇതിപ്പോൾ കുറച്ച് ഇത് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഒറ്റയ്ക്കായതിനെ കൊണ്ട് ഞാൻ ആദ്യം തന്നെ നട്ട് വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു തൈയിൽ നിന്നാണ് ഈ ചട്ടിയിൽ നിന്നാണ് ഇത്രത്തോളം തൈകൾ എനിക്ക് കിട്ടിയത്. കണ്ടില്ലേ, ഇത്രത്തോളം തൈകൾ കിട്ടി. അപ്പോൾ ഇതിലൊന്നും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് സെയിലൊക്കെ നടത്തുന്നവർക്ക് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ചെടികളിലൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വിൽക്കാനും അതുപോലെ തന്നെ നമുക്ക് വരുമാന മാർഗവും കൂടി ആയിത്തീരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ച് കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വേര് പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ ഇത്ര വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ 3 ഒഴിക്കുമ്പോൾ അത് കുറച്ച് തീർന്ന് പോയിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ 3 തൈ ഉണ്ട്. ഇതിലൊക്കെ തന്നെ എനിക്ക് എന്തായി, ഇതിലൊക്കെ തന്നെ ഇതിൻ്റെ തൈകൾ വന്ന് ഇതിനിപ്പോൾ ഈ ഗ്രോ ബാഗ് ഫുള്ളാവും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇതിൻ്റെ ഗ്രോ ബാഗിൽ ഇത് നിറച്ച് നമുക്കിതുള്ളവർക്ക് മനസ്സിലാകും, നിറയെ നമുക്ക് ഇത് ഫുള്ളാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, അഗ്ലോണിമ കോസ്റ്റാറ്റം എന്ന ഈ ഒരു പ്ലാന്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അപ്പോൾ ഏത് പ്ലാന്റ് ആയാലും, ഇപ്പോൾ ഇതിപ്പോൾ ഈ പോട്ട് ഫുള്ളായിട്ടുണ്ട്. ഇതും എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. എനിക്കിതൊക്കെ ഉണ്ട്, ഞാൻ സെയിൽ നടത്തുന്നത് കൊണ്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ അങ്ങനെ തൈകൾ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ വളങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെറും ചാണകം മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് NPK ഒക്കെ ഡയലൂട്ട് ചെയ്തിട്ട് മറ്റുള്ള അഗ്ലോണിമയിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുക. പിന്നെ മെയിനായിട്ട് അഗ്ലോണിമ പ്ലാന്റിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അതായത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മളിത് കൊണ്ടുപോയി വെക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത്,
ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ദിവസവും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലകളിലൂടെ ഇത് താഴത്തേക്ക് വരും. അപ്പോൾ ഇതിനൊരു ഈർപ്പം, ഇഷ്ടമുള്ളൊരു ചെടിയായതുകൊണ്ട് ഈർപ്പം നിലനിർത്താൻ നമുക്ക് പറ്റും. മൂന്നാമത്തത് നമ്മൾ മാസത്തിലൊരിക്കൽ ഇതിന് വളമിട്ട് കൊടുക്കുക. അങ്ങനെ 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു അഗ്ലോണിമ പ്ലാന്റും നല്ല രീതിയിൽ തിക്കായിട്ട് വളരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.